എല്ലാവർക്കും ശിങ്കാൻവിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതെ, ഇന്ന് നമ്മളുണ്ടല്ലോ നല്ലൊരു മീൻ തവ മസാലയാണ് ട്ടോ തയ്യാറാക്കി എടുത്തുള്ളത്. അതും കരിമീൻ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുത്തുള്ളത് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മാത്രമല്ല നമ്മുടെ നാടൻ സ്റ്റൈലിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് വാച്ച് ചെയ്യണേ. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി കണ്ടു നോക്കിയാലോ? ഓക്കെ. അപ്പോൾ അതെ, ഇത് തയ്യാറാക്കാനേ നല്ലൊരു കരിമീൻ നമ്മളോട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു വലുപ്പമുള്ള കരിമീൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കരിമീൻ ഇല്ലെങ്കിൽ ആവോലി വെച്ചിട്ടായാലും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാനേ നമ്മൾ മീനൊക്കെ നന്നായിട്ട് ഇതേപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടേ അതിലേക്ക് ആദ്യം തന്നെ മസാലപ്പൊടി, അതായത് മീൻ മസാല ഉണ്ട് ചേർത്ത് കൊടുക്കണേ. പിന്നെ കുരുമുളക് ഉണ്ടല്ലോ, അത് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ വിനീഗർ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു ടീസ്പൂണാണ് ഇവിടെ ചേർത്ത് കൊടുത്തുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇപ്പം ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മീനിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ആ വരിഞ്ഞ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് ഉള്ളിലേക്കൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എന്നിട്ട് ഇതിനൊരു അരമണിക്കൂറാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ അരമണിക്കൂർ വയ്ക്കാം, അല്ലെങ്കിൽ പുറത്തായാലും വെക്കാം. അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോൾ ആ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ആ മീനിൽ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ ഉണ്ടല്ലോ, അരമണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ആ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒരു 3 ടീസ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മീൻ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനുണ്ടല്ലോ തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ അതൊക്കെ മുരിഞ്ഞ് കറക്റ്റ് പാകമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മീനൊക്കെ അത്യാവശ്യം നന്നായിട്ട് 2 സൈഡും മുരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. അത് ഇത്തിരി വെള്ളത്തിൽ ഒന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് പുളി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നത് കേട്ടോ. ഇനി ഉണ്ടല്ലോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായൊക്കെ വരുമ്പോൾ അതിലേക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കടുകും ഉലുവയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊട്ടിയൊക്കെ വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ. ഇങ്ങനെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ സവാളയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് നമ്മളെ പെട്ടെന്നൊന്നും മറന്നുപോയേ. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 2 പച്ചമുളകും പിന്നെ ഒരു 2 മീഡിയം സൈസായുള്ള സവാളയും കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതും കൂടിയൊക്കെ ഇട്ടിട്ട് അതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവില്ലേ, അതുവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. അങ്ങനെ അത് നല്ല രീതിയിൽ വഴൻ്റെയൊക്കെ റെഡിയായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കുണ്ടല്ലോ ഒരു തക്കാളിയെ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ആ ഒരു പേസ്റ്റാണ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ തക്കാളി ഈ സവോളയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് വഴഞ്ഞ് വരണം കേട്ടോ. അങ്ങനെ ഇതിന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വഴണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ നോക്കിയേ, അപ്പോൾ അതിൻ്റെ കുറച്ച് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വരും. ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ മല്ലിപ്പൊടി, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈ പൊടികളൊക്കെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഈ പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ഒരു ടേസ്റ്റാണ്. അങ്ങനെ നമുക്ക് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ അതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് തന്നെ അതൊന്ന് മൂത്ത് റെഡിയായി വരുന്ന സമയത്തുണ്ടല്ലോ
ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 3 ടീസ്പൂണോളം പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻ്റ് ആ പുളിവെള്ളമായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്കുണ്ടല്ലോ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. അത് ഞാനിവിടെ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. അതായത് 250 ml കപ്പിൽ 1 കപ്പാണ് കേട്ടോ. ആ തേങ്ങാപ്പാൽ അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ആ തേങ്ങാപ്പാൽ അതിലേക്ക് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയാണ് ഇതിലേക്കാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ, ആ മീൻ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആ മീനും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് ആ ഇതിൽ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് അതൊന്ന് വെന്ത് വരണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് വേവിച്ചാൽ മതി, വേഗം തന്നെ അത് റെഡിയായി വരും. അപ്പോൾ നമുക്കിതിനെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് തിരിച്ചൊന്ന് ആദ്യം ഒരു ഭാഗം ഒന്ന് വേവിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മീനൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് റെഡി ആവുന്നിട്ടുണ്ട്. ഇനി അവസാനം ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നല്ല കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുത്തിട്ട് ഇതിനെ വീണ്ടും നമ്മളൊന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് അതൊന്ന് അവിടെ ഒന്ന് അടഞ്ഞിരിക്കട്ടെ. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻ്റ് അതുമൊക്കെ പിടിച്ച് നല്ലൊരു മണം കൂടി വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇനി നമുക്കുണ്ടല്ലോ ഇതിനെ നമ്മൾ സെർവ് ചെയ്യാൻ പോവുകയാണ് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടാ. അപ്പോൾ പ്ലേറ്റിൽ നമുക്ക് ഈ മീനൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള എല്ലാ ഇതുണ്ടല്ലോ നമ്മുടെ മസാലകളും, ആ മസാലകൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ മസാലയും ആ മീനൊക്കെ ആയിട്ട് അതിന് നന്നായിട്ട് തന്നെ ഇങ്ങനെ സ്പ്രെഡായി ഒരു അടിപൊളിയായിട്ടുള്ള മീൻ തവ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയതും എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ കരിമീനൊക്കെ ഫ്രൈ ചെയ്തിട്ടും അതുപോലെ തന്നെ പൊള്ളിച്ചൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ കുറേ പേരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്കും അതുപോലെ തന്നെ മീൻ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കും വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ടും തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ് ഈ ഒരു കരിമീൻ തവ മസാല. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.